മക്കളെ മക്കളെ എങ്ങനെ പോകുന്നു നിങ്ങളുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ? സാറേ എന്തൊക്കെ വെക്കേഷനാണ്, എന്തൊക്കെ അടിച്ചുപൊളിയാണെന്ന് പറഞ്ഞാലും മനസ്സിൻ്റെ ഉള്ളിൽ എന്നൊരു തീയ. എന്താ റിസൾട്ട് വരുമ്പോൾ എന്താവും ആ ഒരവസ്ഥ? എടാ റിസൾട്ട് വരുമ്പോൾ വരട്ടെ, അതെന്തായാലും വരും, അത് വരട്ടെ. നമ്മൾ ചെയ്ത റിസൾട്ട് നമുക്ക് കിട്ടട്ടെ, അതത്രേ ഉള്ളൂ. അത് വലിയ റിസൾട്ടായാലും ചെറിയ റിസൾട്ടായാലും രണ്ട് കൈയും നോട്ടി സ്വീകരിക്കാം, വാടാ എന്ന് പറയാം, അത്രേ ഉള്ളൂ. രണ്ട് കൈയല്ലേ, ഒരു കൈയല്ലേ? ഓക്കെ മക്കളെ, അത്രേ ഉള്ളൂ. പിന്നെ ചിലവരൊക്കെ മെസ്സേജ് അയക്കുന്നത്, സാറേ ഞാൻ പല എക്സാമും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് എഴുതിയിട്ടുണ്ട്, പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ എക്സാമിനൊന്നും എനിക്ക് വേണ്ടത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു സമയത്ത് എനിക്ക് വേണ്ടത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. എല്ലാവർക്കും ഉള്ള പ്രശ്നം തന്നെയാണ്. പക്ഷേ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സാറേ സീനാവോ, വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ സീനാവും, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ സീനാക്കുന്ന പാരൻസിനോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല അടിപൊളിയായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് മാർക്ക് കുറഞ്ഞു പോയാലും നിങ്ങൾ അവരെന്ത് ചെയ്യരുത്, കുറ്റപ്പെടുത്തരുത്, അവരൊറ്റയ്ക്കാക്കരുത്. കാരണം അവർക്കൊരു വിജയം ഉണ്ടാകുമ്പോൾ അവരൊപ്പം നിൽക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരിക്കും, ഈ സമൂഹം മൊത്തം അവരൊപ്പം ഉണ്ടായിരിക്കും, അവരെ സമ്മാനം കൊടുക്കാനും ആദരിക്കാനും ഇഷ്ടം പോലെ ആളുകളുണ്ടായിരിക്കും. പക്ഷെ അവർ തോറ്റുപോയി കഴിഞ്ഞാൽ അവരൊപ്പം നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അവരൊപ്പം നിൽക്കാൻ ചിലപ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആരൊക്കെ പോയാലും അവർക്ക് നിങ്ങളുണ്ടാവും എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരണം. അങ്ങനെ വരാത്തപ്പോഴാണ് അവരെന്ത് ചെയ്യുന്ന പല പല ചീത്ത കൂട്ടുകെട്ടിലും കാര്യങ്ങളിലേക്കൊക്കെ, ലഹരിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് വരരുത്. ഓക്കെ, പണ്ടൊരു കോട്ടിങ്സ് വായിച്ചതാണ്. അതായത് പണ്ട് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മ പോയിട്ട് ആ കുട്ടീനെ തല്ലിയാലും ദ്രോഹിച്ചാലും ആ കുട്ടി കരയുന്നത് അമ്മയെന്ന് വിളിച്ചിട്ട് തന്നെയാണ്. കാരണം എന്താ, അവരുടെ പ്രയോറിറ്റി, അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആരെന്നെയാണ്? നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് മറന്ന് എന്ത് ചെയ്യരുത്, അവർ പ്രയത്നിക്കരുത്. പിന്നെ എൻ്റെ മക്കളോടൊരു കാര്യം പറയാനുള്ളത്, എടാ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടല്ലോ, വേറെ ആരും പറയുന്നു നിങ്ങൾ കേൾക്കണ്ട. ഓക്കെ, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനിയിപ്പോൾ ഒരു എക്സാം നമ്മൾ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് ആ ഒരു എക്സാം കൊണ്ട് നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നില്ല, മറിയാനൊന്നും പോകുന്നില്ല. ചിലവരുണ്ട്, ഒരു രണ്ട് ടൈപ്പ് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ചിലവരുണ്ട് പാസ്റ്റിൽ ജീവിക്കും, അയ്യോ ഞാൻ അങ്ങനെയായിരുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അയ്യോ ഞാൻ അത് ചെയ്തല്ലോ, അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ ചെയ്തത്, ഞാൻ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്തെങ്കിൽ, ഇതെടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊരു നല്ല കാര്യമായിരുന്നു, അത് ചെയ്തതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ വട്ടത്തിലായി പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആളുകൾ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും, പാസ്റ്റിൽ ജീവിക്കുന്നവരുണ്ടാവും. എക്സാം ടൈറ്റ് ആയല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പാസ്റ്റിൽ ജീവിക്കുന്നവരുണ്ടാവും. ചിലരുണ്ടാവും ഫ്യൂച്ചർ ജീവിക്കും, ഭാവി ഇപ്പം എന്താവും, ഇനി നാളെ എന്താവും, അയ്യോ അന്ന് ഇനി എന്തായിരിക്കും സംഭവിക്കുക, എങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അപ്പോൾ SSLCൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് വിചാരിച്ച് പാസ്റ്റിൽ ജീവിക്കുന്നവരുണ്ടായിരിക്കും, ഫ്യൂച്ചറിൽ ജീവിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഫ്യൂച്ചറിൽ ജീവിക്കുന്നവരുണ്ടായിരിക്കും, പാസ്റ്റിൽ ജീവിക്കുന്നവരുണ്ടായിരിക്കും. മക്കളെ, ഈ പാസ്റ്റിലും ഫ്യൂച്ചറിലും ജീവിക്കുന്ന രണ്ടാൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മറന്നു പോണൊരു കാര്യമുണ്ട്. എന്താ? പ്രസൻറ്റ്. ഓക്കെ, പാസ്റ്റും ഫ്യൂച്ചറിലും ജീവിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, പ്രസൻറ്റ്. നിങ്ങൾ അടിപൊളിയാക്കേണ്ടത് പ്രസൻറ്റാണ്. അതുപോലെ തന്നെ ഒരു കോട്ടിങ് വായിച്ചതാണ്, പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് പേപ്പറാണ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, അത് അറിയില്ല. പക്ഷേ പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പറാണ്. അതത്തെ ഹെഡ്ലൈൻസാണ് നമ്മൾ അടിപൊളിയാക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇന്ന് ജീവിക്കണം. ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് SLC കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറക്ഷൻ എങ്ങോട്ടാവണം എന്നുള്ള ഡിസിഷൻ നിങ്ങൾ ഉണ്ടാക്കാനുള്ള സമയമാണ് മക്കളെ ഈ ഒരു സമയം. നമ്മൾ എങ്ങോട്ട് പോകണം, മെയിൻലി നമുക്കുണ്ടാവുന്ന 3 വഴികൾ. SLC കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ചോദ്യം ഇത് തന്നെയായിരിക്കും. SLC ഇപ്പോൾ ഈ ഒരു ചോദ്യം, ഇത് പറയാൻ വിട്ടുപോയതാണ്. ഈ ഒരു ചോദ്യം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് മക്കളെ, വകവയ്ക്കേ ചെയ്യരുത് കേട്ടോ, അറിയാം. ഏതൊരു പരിപാടിക്ക് പോയാലും ഉണ്ടാവും, അവിടെ ഒരു മൊല്ലാക്ക അല്ലെങ്കിൽ ഒരു മുത്തച്ഛൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അച്ഛൻ ഉണ്ടാവും, ഒരു അമ്മമ്മ ഉണ്ടാവും, ആരെങ്കിലും ഒരാളുണ്ടാവും. ചോദ്യം ഇതായിരിക്കും, ഇവ 10ാം ക്ലാസ് കഴിഞ്ഞതല്ലേ, എത്ര ഉണ്ട്, എന്തെങ്കിലും A+ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മളെങ്ങനെ കുഴക്കാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ മെയിൻ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാം, ചിലർ 5 A+ ഉള്ളൂ, ചിലർ 5 A+ എന്ന് പറയുമ്പോൾ 5 എണ്ണം ഉള്ളൂ, അപ്പോൾ ഏതൊക്കെ പോയത്, ഓൾക്കപ്പോൾ 10ാം ക്ലാസ് കണ്ടിട്ടുണ്ടാവില്ല, വേറെ കാര്യം. ഓക്കെ, നടന്ന സംഭവം. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. മക്കളെ, സമൂഹത്തിൽ അങ്ങനെ ഉണ്ട്. ചില കമൻറ്റ് ബോക്സൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ, ചില കമൻറ്റ് ബോക്സ് പോലെയാണ് നമ്മുടെ നല്ലൊരു കാര്യത്തിന് ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിലും ചെന്ന് നോക്കിയാൽ മതി. അതിലുണ്ടാവും നല്ല കമൻറ്റും ഉണ്ടാവും, മോശം കമൻറ്റും ഉണ്ടാവും.
അത് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, അത് നിങ്ങൾ പേടിക്കേ വേണ്ട. നമ്മൾ എന്തൊരു നല്ല കാര്യം ചെയ്താലും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുന്നൊരു കാര്യത്തിന് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളെന്ന് യാതൊരു നിർബന്ധമില്ല. അതിന് നെഗറ്റീവ് പറയുന്നവരുണ്ടാവും, പോസിറ്റീവ് പറയുന്നവരുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ചോദ്യം നിങ്ങൾ മെയിൻറ്റാക്കേ വേണ്ട. നമുക്ക് എത്രയാണോ കിട്ടിയത് അത് നമ്മൾ അറിയിക്കപ്പെടുന്നതാണ്. അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയവരല്ല ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് കേട്ടോ. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയെന്ന് വെച്ചിട്ട് ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. +1 അഡ്മിഷൻ കിട്ടാൻ മാത്രം അത് യൂസ് ചെയ്യുന്നുള്ളൂ സത്യത്തിൽ കേട്ടോ. പിന്നെ ഒരു വില ഉണ്ടായിരിക്കും, ഒരു വില അത്രേ ഉള്ളൂ കേട്ടോ. ഒരു വില ഉണ്ടാവും, എവിടെ ചെന്നാലും ഒരു വില ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഭാവി തീരുമാനിക്കുന്ന അതൊന്നുമല്ല. നമ്മൾ ഇനി മുതൽ നമ്മൾ എങ്ങനെ 10ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു, 10ാം ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇനി അങ്ങോട്ട് നമ്മുടെ ജേണി എങ്ങനെയാണെന്നുള്ള വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡയറക്ഷൻ തീരുമാനം. നമ്മൾ ഡയറക്ഷൻ ഈ പക്കയായി തീരുമാനിക്കണം. ഇപ്പോൾ ഇതുവരെ 10ാം ക്ലാസ് വരെ ഒരൊറ്റ ഡയറക്ഷനേ ഉള്ളൂ. നമുക്ക് എവിടം വരെ പോകണം, 10ാം ക്ലാസ് വരെ പോകണം. പക്ഷേ ഇനി നമുക്ക് കുറച്ച് വഴികൾ തുറന്നു വരികയാണ്. കുറച്ച് വഴികൾ. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്നതാവാൻ പറ്റും, ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്നതാവാൻ പറ്റും, ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്നതാവാൻ പറ്റും. ആ വഴി തിരഞ്ഞെടുക്കുന്നതിൽ നല്ലോണം ശ്രദ്ധിച്ചെടുക്കണം മക്കളെ, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഓക്കെ, പലരും പ്രശ്നമാകുന്നു, പലരും പരാജയപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ. ഏത് വഴിയിലൂടെ പോകണം, ഓക്കെ, ഏത് വഴിയാണുള്ളത് മക്കളെ? മെയിനായിട്ട് നമുക്ക് മൂന്ന് വഴികൾ. ഇനിയും ഒരുപാട് വഴികളൊക്കെ ഉണ്ട് കേട്ടോ, ഡിപ്ലോമ ഉണ്ട്, അങ്ങനെ ഒരുപാട് വഴികളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകളും പോകുന്നത് ഈ ഒരു 3 വഴിയിലൂടെയാണ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കേട്ടോ. ഈ ഒരു 3 വഴികളാണ് നമുക്ക് പലപ്പോഴും ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഞാൻ ഇപ്പോൾ തരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, ഇതിപ്പോൾ സാറേ SLCൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് സാവധാനം പറഞ്ഞ പോലെ ഇപ്പം തന്നെ എന്താ പോരാ. ഒരിക്കലും പോരാ മക്കളെ. കാരണം ഇപ്പം നിങ്ങൾ ഇരുന്ന് ചിന്തിക്കേണ്ട സമയമാണ്. നിങ്ങൾ ഭാവിയിൽ എന്താവണം എന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട സമയം എന്തായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് റിസൾട്ടൊക്കെ വന്ന് അലോട്ട്മെൻറ്റൊക്കെ സമയത്താണ് ഇത് കൊടുക്കേണ്ടത്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്താണ് ആഗ്രഹം? നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആഗ്രഹത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സമയമാണ് മക്കളെ. ഇത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സമയമാണ്. അപ്പോഴേ നമുക്ക് നേരത്തെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അയ്യോ ഞാൻ അത് ചെയ്ത് മോശമായി, ഇതെടുത്താൽ മതിയായിരുന്നു. ആ ഒരു ഡയലോഗ് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസൻറ്റ് എന്ത് ചെയ്യുന്നത്, ഇവിടെ തീരുമാനിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളെ സംഭവം. പിന്നെ ഇനി ചിലവരുണ്ടാവും, സാറേ ഞാൻ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് എടുക്കാം. സമൂഹത്തിനോട് ചോദിക്കാൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും മക്കളെ അവസ്ഥ കേട്ടോ. ഈ ഒരു സമൂഹത്തിനോട് കുറച്ച് ആളുകളെ എടുത്താട്ടോ, ഈ ഒരു സമൂഹത്തിനോട് നിങ്ങൾ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ അല്ലേ? കാരണം ഓരോരുത്തരെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടാവില്ല എൻ്റെത്, എൻ്റെ കാഴ്ചപ്പാടാവില്ല മറ്റരുത് കേട്ടോ. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ ഡിഫറെൻറ്റാണ്. അപ്പോൾ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ആണോടാ? അല്ല, ഓരോരുത്തരും ഡിഫറെൻറ്റാ. ഒരാൾക്കുള്ള എല്ലാ ഗുണങ്ങളുള്ള അടുത്തൊരാൾ ഉണ്ടാവില്ല, അത് ആരായാലും ഉണ്ടാവില്ല. ചില കാര്യങ്ങളിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ അഭിപ്രായം ചോദിച്ചാലും അഭിപ്രായം ചോദിക്കണം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. സയൻസ് എടുക്കുക, സയൻസ് അല്ലടാ. ചിലർ പറയും സയൻസ് ഇല്ലാതെ എന്ത്, സയൻസ് അല്ലേ മെയിന്, സയൻസ് എടുത്താലുള്ള കാര്യങ്ങളല്ലേ, സയൻസ് എടുത്താലല്ലേ അത്, അതുകൊണ്ട് സയൻസ് തന്നെ എടുത്തോ, സയൻസ് ഒന്നും നോക്കണ്ട, സയൻസ് എടുത്ത് ഡോക്ടറോ എഞ്ചിനീയറോ എന്തെങ്കിലുമൊക്കെ നാവ്. എന്താ പൈസ. അത് കഴിഞ്ഞാൽ കൊമേഴ്സ് എടുത്തോ, സയൻസ് ഒന്നും പോകണ്ട, കൊമേഴ്സിക്ക് വയ്ക്കോ. കൊമേഴ്സ് എടുത്താൽ എന്താ, CA പോവാലോ, ഒരു ഒപ്പിട്ടാ പൈസ. CA പറഞ്ഞതാ, ഒരു ഒപ്പിട്ടാ പൈസയാണ് അറിയും. അടുത്തത് ഹ്യൂമാനിറ്റീസ്. എടാ സയൻസും കൊമേഴ്സും ഒന്നും വേണ്ട, ഹ്യൂമാനിറ്റീസ് അല്ലേ കുറച്ചും കൂടി സിമ്പിളായിട്ട് പഠിച്ചൂടെ. ഹ്യൂമാനിറ്റീസ് എടുത്ത് കലക്ടറൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ ഒരു പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലേ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഒപ്പീനിയൻ എടുക്കണ്ട എന്നല്ല പറയുന്നത്, ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ഒപ്പീനിയൻ എടുക്കേണ്ടെന്നല്ല കേട്ടോ, നിങ്ങൾ ഒപ്പീനിയൻ എടുത്തോ. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു എന്ത് വേണം, ഒരു ഡിസിഷൻ വേണം. എടാ അതാണ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് മെച്യൂർ ആവണ്ടേ. ചിലരൊക്കെ പറയും തള്ള വൈബ് എന്നൊക്കെ പറയും. എന്ത് വൈബ് ആയിക്കോട്ടെ, ഞാൻ അതിനെ പറയുന്നത്, നമ്മൾ മറ്റേ കുട്ടി ജോസൊക്കെ പറയുന്നുണ്ട്, അതെന്ന് പറഞ്ഞാൽ എന്താ, മെച്യൂരിറ്റി. അതുതന്നെയാണ് മെച്യൂരിറ്റി. മെച്യൂറായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള സമയം വന്നു കഴിഞ്ഞു മക്കളെ. ആദ്യമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് മെച്യൂറായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനുള്ള സമയം വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എടുത്തോ. ആരൊക്കെ തീരുമാനം? നമുക്ക് തന്നെ, നമ്മുടെ ലൈഫ് എന്താവണമെന്നുള്ള തീരുമാനം. അത് വളരെ മെച്യൂറായിട്ട് നമ്മൾ എടുക്കണം.
പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചെടുത്തോ. ഇതിൽ ഏത് കോഴ്സ് വേണം, നിങ്ങൾ ഏതിനാണോ പോകേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ചിന്തിച്ച് മാത്രം എടുക്കുക മക്കൾ. പലരും പരാജയപ്പെട്ട് പോണത് ഇതാ കേട്ടോ. എൻ്റെ കൂടെയൊക്കെ പഠിക്കുമ്പോൾ പലരും പറയും അത് എടുക്കേണ്ടതില്ല, വേറെ ഏതെങ്കിലും കോഴ്സിന് പോയായിരുന്നു, അന്ന് അതെടുത്തതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഡയലോഗ് മക്കളെ നിങ്ങൾ പറയരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇന്ന് എന്താണ്, ഒരുപാട് ഗൂഗിളിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടും ഏതൊക്കെ ജോബുകളാണുള്ളത്, ഏതൊക്കെ ഇതാണുള്ളത്. നിങ്ങൾക്ക് തന്നെ നോക്കാം, ഒരു പ്രശ്നവുമില്ല കേട്ടോ. പക്ഷേ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലർ പറഞ്ഞിട്ട് സയൻസ് അല്ലേ വലുത്. ഓരോ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്. പക്ഷേ സയൻസ് എന്തുകൊണ്ട് വലുതാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സയൻസ് എടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സ് എടുത്ത് പോകുന്ന രീതിയിലേക്കും പോവാം, ഹ്യൂമാനിറ്റീസ് എടുത്ത് പോകുന്ന മേഖലയിലേക്കും പോവാം, ഏത് മേഖലയിലേക്കും സയൻസ് എടുത്താൽ പോവാം. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്കൊരു പാഷൻ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ എയിം എന്താണെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സയൻസ് എടുക്കാം. നമ്മൾ +2 കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, ഏതിലേക്കും പോവാം. അതാണ് അതിനുള്ള ഏകൊരു ബെനിഫിറ്റ്. ഇനി അതല്ലാതെ സയൻസ് എടുത്ത് കഴിഞ്ഞാലുള്ളത് എന്തൊക്കെയാണ് നമുക്കറിയാം. എൻട്രൻസ് എടുത്തു കഴിഞ്ഞാൽ MBBS, BDS, പിന്നെ നേഴ്സിങ്ങിന് പോവാം, BSc ഡിഗ്രിക്ക് പോവാം, പിന്നെ അതുപോലെ തന്നെ ഫാർമസി, പിന്നെ കുറേ പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലേ. പാരാമെഡിക്കലൊക്കെ ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട്, നമ്മൾ പോലും അറിയാത്ത. ഇപ്പോൾ സ്കാനിങ്ങിൻ്റെ ടെക്നീഷ്യൻ, അതുപോലെ തന്നെ ഇഷ്ടം പോലെ നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും, ഒരുപാട് കോഴ്സുകളുണ്ട് മക്കളെ കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിലുള്ള പല കോഴ്സുകൾ, അങ്ങനെ ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട്. അതൊക്കെ അറിയാനും അതൊക്കെ മനസ്സിലാക്കാനുമുള്ള സമയമാണിത് കേട്ടോ. നിങ്ങൾക്ക് അതിനാണ് താല്പര്യമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സയൻസ് എടുക്കാം, ഒരു പേടിയും പഠിക്കണം. സയൻസ് തന്നെ എടുക്കണം, അതുപോലെ തന്നെ ബയോളജി സയൻസ് തന്നെ എടുക്കണം. മെഡിക്കൽ ഫീൽഡിലേക്ക് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ബയോളജി സയൻസ് എടുക്കണം. പിന്നെ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, PhD എടുക്കുക, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു PhD എടുത്താൽ സയൻറ്റിസ്റ്റായി ഡോക്ടർ എന്ന് എഴുതുന്ന പോലെ ഡോക്ടർക്ക്. പിന്നെ ടീച്ചിങ്, അത് പിന്നെ എല്ലാ ഫീൽഡിലും ഉണ്ട് കേട്ടോ. കൊമേഴ്സ് എടുത്താലും സയൻസ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും എല്ലാത്തിലും ടീച്ചിങ് പറ്റും. നിങ്ങൾക്ക് ഏതാ ടീച്ചർ ആവണമെങ്കിൽ എന്ത് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം പറയാം, നിങ്ങൾ പഠിച്ച് പോകും, ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് അങ്ങനെ നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊരു ടീച്ചർ ആവാനായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താവണം, സയൻറ്റിസ്റ്റ് ആവാനായിരിക്കണം. അല്ലാതെ നിങ്ങൾ കുറേ നോളജൊന്നും വളർത്തിയിട്ട് വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നോളജ് വളർത്തണം. എന്തിനാ നോളജ് വളർത്തേണ്ടത്, നമുക്ക് ഏതാണോ നമ്മുടെ പ്രൊഫഷൻ ഏതാണോ എടുക്കുന്നത് അതിന് വേണ്ട നോളജാണ് നമ്മൾ വളർത്തേണ്ടത് കേട്ടോ. പിന്നെ ഒരുപാട് പൈലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ചെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാം പാടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ അങ്ങനെ പോകും. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് പോയിട്ട് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഇതൊക്കെയാണ് പ്രൊഫഷൻ ഉള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇനി നിങ്ങൾ ചെറുപ്പം തൊട്ട് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ചെയ്യാതെ ഏറ്റവും ബെറ്റർ കേട്ടോ. നിങ്ങൾ ചെറുപ്പം തൊട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം തന്നെ സാധിക്കുക. കാരണം എന്താ അറിയോ, നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി നമ്മൾ ചെയ്തിട്ട് ഒരു 10 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു ജോലി ചെയ്തിട്ട് 1 ലക്ഷം റുപ്യ കിട്ടിയാലും ഒരു 2-3 വട്ടക്കാലം 1 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു കാര്യമായിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ മടുക്കൽ കൊടുക്കുക, ആ ജോലിനോട് നമുക്ക് ആ പൈസയ്ക്ക് വേണ്ടി മാത്രമാവും ചിലപ്പോൾ നമ്മൾ വരുന്നത് കേട്ടോ. ഏതാ നല്ലത്, നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യാം, അതാണ് ഏറ്റവും ബെറ്റർ മക്കളെ. ഓക്കെ, അതിന് പൈസ കുറച്ച് കുറവായാലും ആ ഒരു ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് മൊത്തം നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. എൻജോയ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോൾ പൈസയ്ക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാൻ മറക്കും. പൈസേൻ്റെക്കാളും വാല്യൂ നമ്മുടെ ലൈഫിന് കൊടുക്കണം മക്കളെ. അപ്പോഴേ നമുക്കൊരു എന്താ പറയുക, ഒരു എനർജി വരുള്ളൂ കേട്ടോ. ഓക്കെ, പൈസ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, ജീവിക്കാൻ എന്തായാലും പൈസ വേണം. പക്ഷെ അതിൻ്റെക്കാളും കൂടുതൽ നമ്മൾ ലൈഫിനും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അടുത്തത് വേറെ PCM എടുത്തിട്ട് നമ്മൾ CS കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഭാഗങ്ങളായിരിക്കും. ഇതിപ്പോൾ എഞ്ചിനീയറിംഗ്, ഇപ്പോൾ ബയോളജി എടുത്താലും ആവാട്ടോ. ഇപ്പോൾ ഇതിന് മാത്രമേ ഇത് പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ലേ. ഓക്കെ, ഇതെടുത്താലാവാൻ പറ്റുന്നതാണ് എഞ്ചിനീയർ, ആർക്കിടെക്ചർ, സയൻറ്റിസ്റ്റ്, BSc, ND എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കുള്ള നമ്മുടെ മിലിറ്ററിയിലേക്കുള്ള നല്ലൊരു ഓഫീസർ റാങ്കിലേക്കെല്ലാം നമുക്ക് കയറാൻ പറ്റുന്നൊരു എക്സാമാണ്. കുറച്ച് ടൈറ്റ് എക്സാമാണ്, നല്ല പണിയെടുക്കാനുണ്ട്, എന്നാലും നമുക്ക് നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും. പിന്നെ ടീച്ചിങ് കേട്ടോ, ഇതൊക്കെ നമുക്ക് എവിടെയാവാം, ഇവിടെ ബയോളജി എടുത്താലും ഇതൊക്കെ ആവാം കേട്ടോ, ഇതെടുത്താലും ആവാം. പക്ഷേ ഈ സാധനങ്ങളൊന്നും എന്താവാൻ പറ്റില്ല, കമ്പ്യൂട്ടർ സയൻസ് എടുത്താലാവാൻ പറ്റില്ല. അതിനൊക്കെ ബയോളജി അത്യാവശ്യമാണ് കേട്ടോ, ബയോളജി വേണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അതാണ് ഞാൻ പറഞ്ഞത് സയൻസിൻ്റെ പ്രത്യേകത. ബയോളജി സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ മേഖലയിലേക്കും പോകാനും ഒരു പ്രശ്നമല്ല. ഓക്കെ, ഒരു പ്രശ്നമല്ല, നമുക്ക് എപ്പോൾ ആണെങ്കിലും പോവാം. ഓക്കെ, അടുത്തത് പിന്നെ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിനാൻസ് റിലേറ്റഡുമായിട്ട് ബന്ധപ്പെട്ട നമ്പേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ്, ക്യാഷുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതൽ പോകുന്നത്. നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് എന്തെടുക്കാം, കൊമേഴ്സ് എടുക്കാം. ഓക്കെ, കൊമേഴ്സ് എടുക്കാം.
ഓക്കെ, ഒരു പേടിയും പേടിക്കണ്ട. അതിലിതാ ഒരുപാടുണ്ട്. BBA, BCom എടുക്കാം, CMA, ബാങ്കിങ്ങിലേക്ക് പോകാം. ബാങ്കിങ്ങിൽ തന്നെ കുറേ ഉണ്ട്. സെക്രട്ടറി, അതായത് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ BCom ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് തിരിയാൻ പറ്റും. പിന്നെ ACCA കേട്ടോ, CA, ACCA, CMA അങ്ങനത്തെ കുറേ കോഴ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ബാങ്ക് കോഴ്സുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഇഷ്ടപ്രകാരം എടുക്കാം. പിന്നെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, BA എടുക്കാം, BA ഡിഗ്രി എടുക്കാം. പിന്നെന്താ BBA, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ IAS, ഇത് പഠിക്കാനുള്ളതല്ല, ഇത് ഡിഗ്രി വേണം, എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ ഞാനവിടെ കൊടുക്കുന്നുള്ളൂ. പിന്നെ ലോ അഡ്വക്കേറ്റുകളാകാം. പിന്നെ ടീച്ചിങ് പിന്നെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. ഇത് മെയിനായിട്ടുള്ളത് ഒരുപാടുണ്ട് ഇതിൽ ഇനിയും, പക്ഷേ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് എൻട്രൻസ് സയൻസുകാർക്ക് എൻജിനീയറിങ്ങും അതുപോലെ തന്നെ മെഡിക്കലൊക്കെ ആവണമെങ്കിൽ എന്തുണ്ട്, എൻട്രൻസ് ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രൻസ് കിട്ടും. ഓക്കെ, കിട്ടാതെ എവിടെയും പോവില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഏതൊരിതാണെങ്കിലും മക്കളെ, ഏതൊരിതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കഷ്ടപ്പെടാനും ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടും. നമ്മളെപ്പോൾ നിർത്തി പോകുന്നു അല്ലേ? നമ്മളിങ്ങനെ ഒരു കിലോമീറ്റർ ഓടുകയാണെന്ന് വിചാരിച്ചു. ഓടുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇനി വേണ്ട നിർത്താമെന്ന് തോന്നുമ്പോഴല്ലേ നമ്മളത് നിർത്തുന്നത് അല്ലേ? നമ്മളിങ്ങനെ ഓടി വരുമ്പോൾ ഞാൻ കുഴങ്ങി, ഇങ്ങനെ നിർത്തട്ടെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നിർത്തുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ, നമ്മളെപ്പോഴൊക്കെ തളരുന്നു, നമ്മളെപ്പോൾ നിർത്തുക എന്ന് പറയുന്നു, അപ്പോൾ നിർത്തും. ഓക്കെ, അതല്ല ചിലവരുണ്ടല്ലേ തളരില്ലാതെ നിൽക്കാതെ ഓടുന്നവരുണ്ട്. അങ്ങനെ ഓടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ലാസ്റ്റ് നമുക്ക് ഫിനിഷിംഗ് പോയിന്റ് കടക്കാൻ പറ്റും കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, കാരണം ഞാൻ പണ്ട് പോലീസിൻ്റെ ഫിസിക്കലിനൊക്കെ പോയ സമയത്ത് ഒരു 10 റൗണ്ടൊക്കെ ഓടുമ്പോൾ 5 റൗണ്ടാകുമ്പോൾ ആദ്യത്തെ ദിവസം 5 റൗണ്ടാകുമ്പോൾ തന്നെ അഞ്ഞ് മതി, കാലും വയ്യ, അഞ്ഞ് വേണ്ട നിർത്താമെന്ന് പറഞ്ഞിട്ട് നിർത്തും. പക്ഷേ ആ ഒരു നിർത്തൽ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ എൻ്റെ മനസ്സോട് വീണ്ടും ഞാൻ അങ്ങനെ പറഞ്ഞു, ഇല്ല നിർത്തില്ല പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുമ്പോൾ വീണ്ടും കുറച്ചുകൂടി ദൂരം നമുക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ പ്രിപ്പറേഷനും നമ്മൾ ഇനി വേണ്ട മതി എന്ന് പറഞ്ഞെങ്കിൽ നിർത്തി അവിടെ തീർന്ന പ്രിപ്പറേഷൻ. പക്ഷെ കുറച്ചുകൂടി കഴിയട്ടെ എന്നുള്ള മനസ്സിനോട് പറഞ്ഞ് അത് വീണ്ടും കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ഇതാക്കാൻ പറ്റും. ഓക്കെ, അപ്പം മക്കളെ വിട്ട് കളയരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളെ ഇൻട്രസ്റ്റ് ഏതാണോ എന്നുള്ളത് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഈ ഒരു സമയം നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ ഏതാണോ കോഴ്സ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, റിസൾട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിസൾട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത്, നിങ്ങൾ എന്താണോ ആവുന്നത് നിങ്ങൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ആ ഒരു ഗെയിമിന്, ആ ഒരു ഗോളിന് വേണ്ടി പഠിച്ചു തുടങ്ങുക, അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ മറക്കില്ലല്ലോ. അപ്പോൾ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ ചിന്തിച്ച് ഒരു തീരുമാനം എത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു, എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, സൈനിങ് ഓഫ്, സായി കൃഷ്ണൻ.